ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് എയറസിൽ എത്തി. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നാളെ ആരംഭിക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ തിരുവനന്തപുരത്ത് ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ 14ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് തോൽവി. ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ഡി ഗുകേഷ്. വാർത്തകൾ വിശദമായി. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്നിവിടങ്ങളിലെ വിജയകരമായ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് എയറസിൽ എത്തി. 57 വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അർജന്റീനയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. അർജന്റീന ദേശീയ നായകൻ ജനറൽ ജോസ് ഡി സാൻ മാർട്ടിന്റെ പ്രതിമയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി സന്ദർശന പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകും. പ്രധാനമന്ത്രി പ്രതിനിധിതല ചർച്ചകളിലും പങ്കെടുക്കും. നഗരത്തിലെ വിഖ്യാത ഫുട്ബോൾ ക്ലബ്ബായ ബോക്ക ജൂനിയേഴ്സിന്റെ ഫുട്ബോൾ സ്റ്റേഡിയം പ്രധാനമന്ത്രി സന്ദർശിക്കും. നാളെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ആരംഭിക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ബ്രസീലിയൻ തലസ്ഥാനമായ ബ്രസീലിയ സന്ദർശിക്കും. 6 ദശകത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീലിയ സന്ദർശിക്കുന്നത്. ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡാ സിൽവയും മറ്റു ആഗോള നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ സംയുക്ത പാർലമെന്ററി സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ ചരിത്രപ്രധാനമായ റെഡ് ഹൌസിലാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത്. ജനാധിപത്യത്തെ ഇരു രാജ്യത്തിന്റെയും പൊതുമൂല്യമായി വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷമുള്ള യാത്രയിലും ജനാധിപത്യ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധതയിലും രണ്ട് രാജ്യവും ഐക്യത്തോടെ മുന്നേറിയെന്നും ചൂണ്ടിക്കാട്ടി. Distinguished members, both our nations rose from the shadows of colonial rule to write our own stories with courage as our ink and democracy as our pen. Today, both our nations stand as proud democracies and pillars of strength in the modern world. ഭീകരതയ്ക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താൻ അദ്ദേഹം ആഗോള സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. തിങ്കളാഴ്ച അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഇതിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഇന്നലെ തിരുവനന്തപുരത്തെത്തി. ഇന്ന് രാവിലെ കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ 14ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നാളെ കേന്ദ്ര സഹമന്ത്രി ചെന്നൈയിലേക്ക് മടങ്ങും. കേരളത്തിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചു. പാലക്കാട് സ്വദേശിയായ യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേരാണ് ഉള്ളത്. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. കോഴിക്കോട് സമ്പർക്ക പട്ടികയിലുള്ളവർ ആരോഗ്യ പ്രവർത്തകരാണ്. സംസ്ഥാന ജില്ലാതല കൺട്രോൾ റൂമുകൾ തുറന്നു. ആശുപത്രികളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി. ഇന്ത്യ 153 രാജ്യങ്ങളിലേക്ക് കളിപ്പാട്ടങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 16ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
അടുത്ത 3 ദിവസത്തേക്ക് പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. പടിഞ്ഞാറൻ ഹിമാലയൻ മേഖല, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്നു മുതൽ മൺസൂൺ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ പ്രമുഖ കാലാവസ്ഥാ വിദഗ്ധൻ രാജേന്ദ്രകുമാർ ജനമണി അറിയിച്ചു. Monsoon activity in next 3 days because of the shifting of the main monsoon trough or convergence line towards the northern India. The monsoon rainfall will increase mainly over Western Himalayan region, Himachal Pradesh and Uttarakhand from 5th onward till 7th. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശയവിനിമയം നടത്തി. ഈ സംസ്ഥാനങ്ങളിൽ ആവശ്യത്തിന് NDRF ടീമുകളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. തുടർ ചികിത്സാ പരിശോധനകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും. ചികിത്സയുടെ ഭാഗമായി അദ്ദേഹം 10 ദിവസം അമേരിക്കയിൽ തങ്ങും. ക്രൊയേഷ്യയിലെ സാഗ്രബിൽ നടക്കുന്ന 2025 ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിന്റെ ഭാഗമായി റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ടൂർണമെന്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ഗുകേഷ് റാപ്പിഡ് കിരീടം നേടി. പോളണ്ടിന്റെ ജാൻ ക്രിസ്റ്റോഫ് ഡൂഡ 2ാം സ്ഥാനത്തെത്തി. മുൻ ലോക ചാമ്പ്യൻ നോർവേയുടെ മാഗ്നസ് കാൾസൺ 3ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ 4ാം സ്ഥാനത്തെത്തി. ബർമിംഗ്ഹാമിൽ നടക്കുന്ന 2ാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3ാം ദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 180 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് 407 റൺസിന് അവസാനിച്ചു. 4ാം ദിനമായ ഇന്ന് 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 1 വിക്കറ്റിന് 64 റൺസ് എന്ന നിലയിൽ കളി പുനരാരംഭിക്കും. മത്സരം ഉച്ചകഴിഞ്ഞ് 3:30 ആരംഭിക്കും. ലണ്ടനിലെ ഓവലിൽ നടന്ന വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയെ 5 റൺസിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. 5 മത്സര പരമ്പരയിൽ 2 ജയത്തോടെ ഇന്ത്യ മുന്നിലാണ്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം പതിപ്പിന്റെ താരലേലം ഇന്ന്. സഞ്ജു സാംസൺ ഉൾപ്പെടെ 155 താരങ്ങൾ ലേലപ്പട്ടികയിലുണ്ട്. 6 ടീമുകളാണ് താരങ്ങളെ സ്വന്തമാക്കാൻ രംഗത്തുള്ളത്. വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യത ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. തായ്ലൻഡിലെ ചിയാങ് മൈ സ്റ്റേഡിയത്തിലാണ് വൈകിട്ട് 6 മണിക്ക് മത്സരം. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെന്റായ ഡ്യൂറന്റ് കപ്പിന്റെ 2025 മത്സരങ്ങൾ ഈ മാസം 23 മുതൽ ഓഗസ്റ്റ് 23 വരെ നടക്കും. പശ്ചിമബംഗാൾ, അസം, മണിപ്പൂർ, മേഘാലയ, ഝാർഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC യാണ് നിലവിലെ ചാമ്പ്യന്മാർ. കണ്ണൂർ തളിപ്പറമ്പ് രാജേശ്വര ക്ഷേത്രത്തിൽ നിർമ്മിച്ച പൂർണ്ണകായ ശിവശില്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് അനാവരണം ചെയ്യും. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലെ എല്ലാ ആദായനികുതി ആനുകൂല്യങ്ങളും കേന്ദ്ര ജീവനക്കാർക്കുള്ള യൂണിഫെഡ് പെൻഷൻ സ്കീമിനും ബാധകമായി. ആദായനികുതി വകുപ്പിലെ സെക്ഷൻ 80C അനുസരിച്ച് 1.5 ലക്ഷം രൂപ വരെയുള്ള NPS വിഹിതത്തിന് നികുതി ഒഴിവുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ ഉപഭോക്താക്കൾക്ക് 7 കോടിയിലധികം രൂപയുടെ റീഫണ്ട് വിജയകരമായി സാധ്യമാക്കി. 15,000-ത്തിലധികം ഉപഭോക്തൃ പരാതികൾ ഫലപ്രദമായി പരിഹരിക്കാനായി. ഇ-കൊമേഴ്സ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത്. ഒഡീഷയിലെ പുരിയിൽ ഇന്ന് നടക്കുന്ന ബഹുദ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള മടക്കയാത്രയ്ക്കായി ജഗന്നാഥ ഭഗവാൻ, മൂത്ത സഹോദരൻ ബലഭദ്രൻ, സഹോദരി ദേവി സുഭദ്ര എന്നിവരുടെ 3 വലിയ രഥങ്ങൾ ഒരുങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ അർജന്റീന തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിൽ എത്തി. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നാളെ ആരംഭിക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ തിരുവനന്തപുരത്ത് ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ 14ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് തോൽവി. ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ D ഗുകേഷ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.